പക്ഷേ നമ്മളെ ത്രൂ ഔട്ട് ദ മൂവി നമ്മളെ എൻഹാൻസ് ചെയ്ത് നമ്മളെ അതിൽ ഇരുത്തും. നമുക്കൊരിക്കലും ബോറടിക്കില്ല. ടിൽ ദ ലാസ്റ്റ് സെക്കൻഡ് വരെ നമുക്ക് ഒരിക്കൽ പോലും ബോറടിക്കാതെ നമുക്ക് കാണാൻ പറ്റും. ഇതിൽ അവസരം തന്ന സ്വാമി സാറിന് താങ്ക് യു. ധ്യാൻ്റെ യൂഷ്വൽ മൂവി പോലെ അല്ലാതെ വളരെ നന്നായിട്ടാണ് ചെയ്തത്. അങ്ങനത്തെ ഒരു കോമിക് ടൈപ്പ് അല്ല, പക്ഷേ എസ്.എൻ. സ്വാമി എന്ന് പറഞ്ഞ ലെജൻഡിൻ്റെ ഫസ്റ്റ് ഓപ്ഷനിലെല്ലാം അതിൻ്റെ അകത്തുണ്ട്. ഉണ്ട്, എല്ലാ രീതിയിലും ഉണ്ട്. ഇതിൽ നന്നായിട്ട് എല്ലാവരും ടീം എല്ലാവരും നല്ലതായിരുന്നു. പിന്നെ അവസരം തന്ന സ്വാമി സാറിന് താങ്ക് യു. സീക്രട്ട് എന്ന ചിത്രം എസ്.എൻ. സ്വാമി എന്ന ഒരു തിരക്കഥാകൃത്ത് 44 വർഷമായി അദ്ദേഹം ചക്രവുമേലൂടെയാണ് അദ്ദേഹം വന്നത്. ആദ്യത്തെ ഒരു സംവിധാനമാണ് ഈ സീക്രട്ട് എന്ന ചിത്രം. അതിൽ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ്റെ നായകനായിട്ട് അദ്ദേഹത്തിന് ഇതിൽ പരം ഒരു അവസരം കിട്ടാറുണ്ടോ എന്ന് തന്നെ സംശയിക്കണം. കാരണം അത്രയും മികച്ച രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതേപോലെ സപ്പോർട്ടായിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എല്ലാവരും മികച്ചിരുന്നു. തീർച്ചയായിട്ടും മനുഷ്യൻ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന മനുഷ്യനെ ഒരു പോസിറ്റീവായിട്ട് എങ്ങനെ എടുക്കാം, എങ്ങനെ ആ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് വരച്ച് കാണിക്കുന്ന ഒരു ചിത്രമാണ് സീക്രട്ട്. നല്ലൊരു ചിത്രം. എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? ഇത് മോനെ ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസർ, അപ്പോൾ അതിന് കൂടുതൽ പറയേണ്ട കാര്യമുണ്ടോ? ഉണ്ടായിട്ടൊരു സിനിമയാണ്. എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ഒരു വെരി ഗുഡ് മൂവി. പെർഫോമൻസ് കലേഷ് നന്നായിട്ടുണ്ട്. എല്ലാവരും ആക്ടേഴ്സ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് എസ്.എൻ. സ്വാമി സിനിമയല്ലേ, അതിൻ്റെതായ എല്ലാം കാണാനുണ്ട്. സീക്രട്ട് എന്താണെന്നുള്ളത് കണ്ട് മനസ്സിലാക്കുക എല്ലാവരും, അത്രേ ഉള്ളൂ. പലരും പറയുന്നത് ധ്യാൻ ഇതിലാണ് കുറച്ച് മെച്ചമുള്ളത്. അതെ അതെ, അത് കാണുമ്പോൾ മനസ്സിലാവും. അതെ അതെ, സ്വാമി സാറിൻ്റെ ഒരു ഇതുണ്ട്. ശരി, പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ധ്യാൻ സാറിൻ്റെ ഒരു വെറൈറ്റി പരിപാടിയായിട്ട് തോന്നുന്നു. അത് നല്ല സാധനമാണ്. സൗമ്യങ്ങളിൽ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പുള്ളി ഒരു സിനിമ ചെയ്തപ്പോൾ നന്നായിട്ട് വന്നെന്ന് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ഷൻ അല്ലേ, അപ്പോൾ അതിൻ്റേതായ ഒരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇത്രയും നാൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തൊരു സാധനത്തിൽ നിന്ന് നല്ല ഡിഫറൻസ് ആയിട്ടൊരു പരിപാടിയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. മാനിഫെസ്റ്റേഷനും അങ്ങനെയൊക്കെ ഒരു പുതിയൊരു കോൺസെപ്റ്റിൽ ട്രൈ ചെയ്തതാണ്. നന്നായിട്ട് വന്നിട്ടുണ്ട്. ശരി. സിനിമ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു എൻ്റർടൈൻമെൻറ്റാണ്. വളരെ നല്ലൊരു മെസ്സേജ് ഇതിനകത്തുണ്ട്. അതായത് ഒരു സെൽഫ് കോൺഫിഡൻസ് എങ്ങനെ ഒരാൾക്ക് ഏതൊക്കെ രീതിയിൽ വർക്കൗട്ട് ചെയ്യും എന്നുള്ളതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് ഒരു ഇത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു തരി പോലും ലാഗിയാതെ, അതായത് വളരെ നമുക്കൊരു ഓരോ നിമിഷവും നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടുന്ന തരത്തിലാണ് സിനിമയുടെ എൻഡ് വരെ പോയിട്ടുള്ളത്. ഏതായാലും നല്ല രസമുണ്ട്. ശരിക്കും ഇരുന്ന് കാണാൻ പറ്റിയ നല്ല ഫിലിം. ധ്യാൻ്റെ പെർഫോമൻസ് ആസ് യൂഷ്വൽ. ഇപ്പോൾ അദ്ദേഹം അടുത്തിടെയുള്ള കുറേ സിനിമകൾ കാണിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയുള്ള ആ കഥാപാത്രത്തിന് വേണ്ട രീതിയിലുള്ള പെർഫോമൻസ് അതിനകത്ത് പറഞ്ഞു. സ്വാമിയുടെ ആദ്യത്തെ ഡയറക്ഷനാണ് അത്. അദ്ദേഹത്തിൻ്റെ ആ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ സിനിമയിലുണ്ട്. വളരെ ഭംഗിയായിട്ട് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിലെ കാസ്റ്റിംഗ്, അതിലെ അഭിനേതാക്കളുടെ എല്ലാം നന്നായിട്ടുണ്ട്. കൂടാതെ എടുത്തു പറയേണ്ടത് ഫോട്ടോഗ്രാഫിയും മ്യൂസിക് വളരെ ഒരു പ്രത്യേക രീതിയിലാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ജയ്ക്ക് നന്നായിട്ട് ചെയ്തു. ഇതാണ് സൂപ്പർ സിനിമയായിരുന്നു. ഞാൻ അടിപൊളി സൂപ്പർ സിനിമയായിട്ടുണ്ട്. ഞാൻ അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാം അടിപൊളി. അതെ അതെ, അവസാനം വരെ ഉണ്ട്. സസ്പെൻസ് നിലനിർത്തുന്നുണ്ട്. നിങ്ങളല്ലേ പ്രതികരിക്കുന്നത് കണ്ടിട്ട്? കുഴപ്പമില്ല, നോക്കാം. ഫസ്റ്റ് ഷോ കഴിഞ്ഞല്ലേ ഉള്ളൂ.